നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ആനപാകലുവിൽ പശ്ചിമ ബംഗാൾ സ്വദേശി സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. ഒരാൾ അറസ്റ്റിൽ. ഭാസ്കര കുമ്പള രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കുമ്പളയിൽ അനുസ്മരണ പൊതുയോഗവും വൈറ്റ് വളണ്ടിയർ മാർച്ചും സംഘടിപ്പിച്ചു. പെർളയ്ക്ക് സമീപം മർത്തിയ ജുമാ മസ്ജിദിന്റെ ഭണ്ഡാരപ്പെട്ടി കുത്തി തുറന്ന് പണം കവർന്നു. 10,000 രൂപയാണ് കവർച്ച ചെയ്തത്. ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കേരള NGO യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. KT കുഞ്ഞിക്കണ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മദ്രസ മാനേജ്മെന്റ് തളങ്കര റേഞ്ച് നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കുരങ്ങന്മാരുടെ ശല്യം കാരണം പുറത്തിറങ്ങാൻ പോലും ഭയന്ന് ഒരു നാട്. കുമ്പള മാവനക്കട്ടയിൽ വീടുകൾ തകർത്തും വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ശ്രമിച്ചും കുരങ്ങന്മാർ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരത്തോട് ചേർന്നുള്ള ആനപാകലുവിൽ പശ്ചിമ ബംഗാൾ സ്വദേശി സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞതിന് പിന്നാലെ ഒരാൾ അറസ്റ്റിൽ. പശ്ചിമ ബംഗാൾ ബേംടിയ ബർഖാരിയ സ്വദേശി സഞ്ജയ് റോയിയെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് ഇൻസ്പെക്ടർ P നളിനാക്ഷനും സംഘവും പിടികൂടിയത്. കൊല്ലപ്പെട്ട സുശാന്ത റോയിയുടെ അടുത്ത ബന്ധുവാണ് അറസ്റ്റിലായ പ്രതി. കാസർഗോഡ് നഗരത്തോട് ചേർന്നുള്ള ആനപാകിലുവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തിന് സമീപം തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം കൊലപാതകമാണോ എന്ന സംശയമുയർന്നതോടെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് അന്വേഷണം നടത്തുകയും കേസിൽ സുശാന്ത റോയിയോടൊപ്പം ജോലി ചെയ്തിരുന്ന പശ്ചിമ ബംഗാൾ ബേംടിയ ബർഖാരിയ സ്വദേശി സഞ്ജയ് റോയിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. കൊല്ലപ്പെട്ട സുശാന്ത റോയിയുടെ അടുത്ത ബന്ധു കൂടിയാണ് അറസ്റ്റിലായ പ്രതി. ആനപാകലുവിൽ കെട്ടിട നിർമ്മാണത്തിലേർപ്പെട്ടിരുന്ന 12-അംഗ സംഘത്തിലെ ഒരാളാണ് മരിച്ച സുശാന്ത റോയ്. 4 മാസം മുൻപാണ് ഇവർ കാസർഗോഡ് എത്തിയത്. നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിന് സമീപത്തെ ഷെഡിലാണ് താമസിച്ചു വന്നിരുന്നത്. ഇവർ തമ്മിൽ ഞായറാഴ്ച അർദ്ധരാത്രി മദ്യലഹരിയിൽ വാക്തർക്കം നടന്നതായി വിവരം ലഭിച്ചിരുന്നു. ഇതിനിടെയുണ്ടായ കയ്യാങ്കളിയിലാണ് മരണം സംഭവിച്ചതെന്ന സംശയവും ഉയർന്നിരുന്നു. സംഭവത്തിന് ശേഷം ചില തൊഴിലാളികൾ ഒറ്റപ്പാലത്തേക്ക് കടന്നത് സംശയത്തിന്റെ ആക്കം കൂട്ടുകയും ചെയ്തിരുന്നു. ഇവരെയും കാസർഗോട്ടുണ്ടായ ബാക്കി തൊഴിലാളികളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന വിദഗ്ധ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടായത്. തലയുടെ പിൻഭാഗത്ത് കഴുത്തോട് ചേർന്നുള്ള ഭാഗത്ത് അടിയേറ്റ് ആഴത്തിലുണ്ടായ മുറിവാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുടർന്ന് കസ്റ്റഡിയിലുള്ള തൊഴിലാളികളെ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞതും സഞ്ജയ് റോയിയുടെ പങ്ക് വ്യക്തമാവുകയും ചെയ്തത്. തുടർന്ന് കാസർഗോഡ് ടൗൺ പോലീസ് ഇൻസ്പെക്ടർ P നളിനാക്ഷനും സംഘവും ചേർന്ന് സഞ്ജയ് റോയിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. മദ്യലഹരിയിലുണ്ടായ വാക്തർക്കത്തിനിടയിൽ സഞ്ജയ് റോയ് ഏതോ വസ്തു ഉപയോഗിച്ച് സുശാന്ത റോയിയുടെ തലയുടെ പിൻഭാഗത്തടിച്ചതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഭാസ്കര കുമ്പളയുടെ 28ാമത് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കുമ്പളയിൽ DYFI നേതൃത്വത്തിൽ അനുസ്മരണ പൊതുയോഗവും വൈറ്റ് വളണ്ടിയർ മാർച്ചും സംഘടിപ്പിച്ചു. ശാന്തിപ്പള്ളം കേന്ദ്രീകരിച്ച് നടന്ന വൈറ്റ് വളണ്ടിയർ മാർച്ചിലും പ്രകടനത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പൊതുയോഗം മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മുൻ DYFI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും കുമ്പള ബ്ലോക്ക് സെക്രട്ടറിയുമായിരുന്ന ഭാസ്കര കുമ്പളയുടെ 28ാമത് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി DYFI നേതൃത്വത്തിൽ കുമ്പളയിൽ അനുസ്മരണ പൊതുയോഗവും വൈറ്റ് വളണ്ടിയർ മാർച്ചും സംഘടിപ്പിച്ചു. ശാന്തിപ്പള്ളയിൽ നിന്നും ആരംഭിച്ച വൈറ്റ് വളണ്ടിയർ മാർച്ചിലും യുവജന റാലിയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. അനുസ്മരണ പൊതുയോഗം കുമ്പള ടൗണിൽ DYFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റും കേരള സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ മാസം 22-നാണ് സഖാവ് ഭാസ്കര കുമ്പളയെ കൊലപ്പെടുത്തിയത്. ഭാസ്കര കുമ്പളയെ ഇല്ലാതാക്കിയതിലൂടെ ഭാസ്കര കുമ്പള ഉയർത്തിയ ആശയത്തെ, മതനിരപേക്ഷതയുടെ ആശയത്തെ, ഭാസ്കര പ്രവർത്തിച്ച DYFI എന്ന പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാം എന്നാണ് RSS ആഗ്രഹിച്ചതെങ്കിൽ 1997 നിന്നും 2025 നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ DYFI പടർന്ന് പന്തലിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായി
മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സഖാവ് ഭാസ്കര നമ്മളെ വിട്ടുപിരിഞ്ഞെങ്കിലും ഭാസ്കര ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പ്രചരിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാലു മാത്യു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി നസറുദ്ദീൻ മലങ്കരെ സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA, സംസ്ഥാന കമ്മിറ്റി അംഗം CH കുഞ്ഞമ്പു MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VV രമേശൻ, KR ജയാനന്ദ, ജില്ലാ കമ്മിറ്റി അംഗം CA സുബൈർ, ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം K സബീഷ്, ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബദിയടുക്ക പെർളയ്ക്ക് സമീപം മർത്തിയ ജുമാ മസ്ജിദിന്റെ ഭണ്ഡാരപ്പെട്ടി കുത്തി തുറന്ന് പണം കവർന്നു. മസ്ജിദിന്റെ ചുറ്റുമതിലിനകത്ത് സ്ഥാപിച്ച ഭണ്ഡാരപ്പെട്ടി കുത്തി തുറന്ന് 10,000 രൂപയാണ് കവർച്ച ചെയ്തത്. ബൈക്കിലെത്തിയ ഒരു യുവാവാണ് കവർച്ച നടത്തിയതെന്നാണ് സംശയിക്കുന്നത്. ദൃശ്യങ്ങൾ KCN ന്യൂസിന്. ചെർക്കള കല്ലടുക്ക റോഡിലെ പെർളയ്ക്ക് സമീപം മർത്തിയ ജുമാ മസ്ജിദിന്റെ ഭണ്ഡാരപ്പെട്ടി കുത്തിത്തുറന്ന് പണം കവർന്നതായി പരാതി. മസ്ജിദിന്റെ ചുറ്റുമതിലിനകത്ത് സ്ഥാപിച്ച ഭണ്ഡാരപ്പെട്ടി കുത്തിത്തുറന്ന് 10,000 രൂപയാണ് കവർന്നത്. സംഭവത്തിൽ പള്ളി കമ്മിറ്റി സെക്രട്ടറി പെർള അജിലടുക്കയിലെ ഷാഹുൽ ഹമീദിന്റെ പരാതിയിൽ ബദിയടുക്ക പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഒരു യുവാവ് പതുങ്ങി ഭണ്ഡാരപ്പെട്ടിക്ക് സമീപം വരുന്നതും പെട്ടി തുറന്നതിനു ശേഷം ചുറ്റുമതിലിന് പുറത്ത് നിർത്തിയിട്ട ബൈക്കിൽ കയറി പോകുന്നതുമായ ദൃശ്യങ്ങൾ കണ്ടെത്തി. ഏപ്രിൽ 19 രാത്രി 9:30 20 പുലർച്ചെ 4:30 സമയത്താണ് കവർച്ച നടന്നതെന്ന് CCTV ദൃശ്യത്തിൽ വ്യക്തമാകുന്നു. അന്നേ ദിവസം തന്നെ വിട്ല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുഡ്ഡുപ്പദവ് പള്ളിയിലും കവർച്ച നടന്നിരുന്നു. മർത്തിയ മസ്ജിദിലെ മോഷണത്തിനു ശേഷം കുഡ്ഡുപ്പദവിലും കവർച്ച നടത്തിയയാൾ ഇവിടെ നിന്ന് കർണാടകയിലേക്ക് കടന്നിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കുക എന്നാവശ്യപ്പെട്ട് സമസ്ത മദ്രസ മാനേജ്മെന്റ് തളങ്കര റേഞ്ച് നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി. തളങ്കര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. സമസ്ത മദ്രസ മാനേജ്മെന്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ജില്ലയിലെ 39 റേഞ്ച് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സംഗമത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തളങ്കര റേഞ്ച് കമ്മിറ്റി തളങ്കര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ മാലിക് ദിനാർ പള്ളി ഖത്തീബ് മജീദ് ബാഗഫി ഉദ്ഘാടനം ചെയ്തു. തന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം അള്ളാഹുവിന് വേണ്ടി നീക്കിവെക്കലാണ് വഖഫ്. അത് നീക്കിവെക്കലോടുകൂടി അയാളുടെ അധികാരത്തിൽ നിന്ന് പൂർണ്ണമായി ആ സമ്പത്ത് അള്ളാഹുവിലേക്ക് നീങ്ങുകയും അതിൽ ക്രിയവിക്രയം ചെയ്യാനുള്ള ഒരധികാരവും ആ മനുഷ്യനില്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണ വഖഫ് ആയി മാറുന്നത്. ഈ സമുദായം മാത്രമല്ല, അമുസ്ലിമീങ്ങൾ പോലും സമരം ചെയ്യുകയും ഇതിനെ അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. അതുകൊണ്ട് നമുക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടാനുള്ളത് ഈ വഖഫ് ഭേദഗതി ബിൽ പൂർണ്ണമായും പിൻവലിച്ച് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങളുടെ അവകാശങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ചടങ്ങിൽ ഹസൈനർ ഹാജി തളങ്കര അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ അർഷാദ് മൗലവി, വെൽക്കം മുഹമ്മദ് ഹാജി, AP അബ്ദുറഹ്മാൻ മൗലവി, ഹനീഫ് പള്ളിക്കാൽ, അബ്ദുല്ല ഹാജി പടിഞ്ഞാർ എന്നിവർ സംസാരിച്ചു. അബ്ദുറഹ്മാൻ ബാങ്കോട് സ്വാഗതവും അഷ്റഫ് ഹസ്നവി നന്ദിയും പറഞ്ഞു. ധർണയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള NGO യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നവകേരളം ബദൽ നയങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കോഴിക്കോട് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 26, 27 തീയതികളിൽ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന കേരള NGO യൂണിയൻ 41ാം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നവകേരളം ബദൽ നയങ്ങളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ കോഴിക്കോട് കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ 90കളുടെ ആരംഭത്തിൽ ലോകം ചർച്ച ചെയ്തത് മുതലാളിത്തത്തിന് ബദലുണ്ടോ? മുതലാളിത്തവാദികൾ, കടുത്ത മുരത്ത വലതുപക്ഷവാദികളൊക്കെ പറഞ്ഞു there is no alternative. പക്ഷേ ഇടതുപക്ഷക്കാരും ജനാധിപത്യവാദികളും പറഞ്ഞു ബദലുകളുണ്ട്, പല ബദലുകളുണ്ട്. കാസ്ട്രോ ഉൾപ്പെടെയുള്ള ലോക സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലെ നേതാക്കൾ പറഞ്ഞു സോഷ്യലിസം ഈസ് ദ
ഓൺലി ആൾട്ടർനേറ്റീവ്. സോഷ്യലിസം മാത്രമാണ് മുതലാളിത്തത്തിന് ബദൽ. ഇത് ഇന്ത്യയുടെയും കേരളത്തിൻ്റെ ഈ സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മളൊക്കെ നിർദ്ധാരണം ചെയ്തു പോയ ഒരു രാഷ്ട്രീയ കാലഘട്ടമാണിത്. നമ്മളെങ്ങനെയാണ് ഈ കാലഘട്ടത്തെ കണ്ടത്? സർക്കാർ ജീവനക്കാരെന്ന് പറയുന്നത് ആധുനിക ക്ഷേമരാഷ്ട്ര വ്യവസ്ഥയിലെ ആ ക്ഷേമരാഷ്ട്ര പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു ഭരണ സംവിധാനം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സീറ്റാണ് നമ്മുടെ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി ശോഭ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സജീവ് കുമാർ, കെ ഭാനുപ്രകാശ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ടി ദാമോദരൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി കെ വിനോദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുരങ്ങന്മാരുടെ ശല്യം കാരണം പുറത്തിറങ്ങാൻ പോലും ഭയന്ന് ഒരു നാട്. കുമ്പള മാവനക്കട്ടയിൽ വീടുകൾ തകർത്തും വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ശ്രമിച്ചും കുരങ്ങന്മാർ. അധികാരികൾ ഉടൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ. കുമ്പള മാവനക്കട്ടയിൽ കുരങ്ങുശല്യം രൂക്ഷമായതിനെ തുടർന്ന് ജീവിതം തന്നെ വഴിമുട്ടി 3 കുടുംബങ്ങൾ. മാവനക്കട്ടയിലെ ഓട്ടോ ഡ്രൈവറായ സിദ്ദീഖ്, ജലീൽ, ഹമീദ് എന്നിവരുടെ വീടുകളാണ് കുരങ്ങുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വീടിന്റെ അറ്റകുറ്റപ്പണികൾ തുടർച്ചയായി നടത്തിവരേണ്ട അവസ്ഥയിലാണ് ഈ വീട്ടുകാരിപ്പോൾ. 3 വർഷമായി തുടരുന്ന ഈ പ്രതിസന്ധി കാരണം വീടിന് പുറത്തിറങ്ങാൻ പോലും സാധിക്കാതെ വാതിലടച്ച് ഭീതിയിൽ കഴിയുകയാണ് മാവനക്കട്ട നിവാസികൾ. അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആദ്യകാലങ്ങളിൽ 2-3 കുരങ്ങുകൾ ഉണ്ടായ സ്ഥലത്ത് അവ പെറ്റുപെരുകി ജനവാസ മേഖലകളിൽ ആധിപത്യം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. മരച്ചില്ലകളിൽ നിന്നും വീടിന്റെ മേൽക്കൂരയിലേക്ക് എടുത്തുചാടി ഓടുകൾ പൊട്ടിച്ചും മേൽക്കൂര നശിപ്പിച്ചും 1 മാസത്തിനിടയിൽ 3-4 തവണയാണ് ഇവർ വീടിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. അധികാരികളുമായി പലതവണ ബന്ധപ്പെട്ടെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇവിടെ കുരങ്ങിന്റെ ശല്യം കുറേ 1-2 കൊല്ലമായിട്ട് കുരങ്ങ് ശല്യം ഭയങ്കര ഓവറായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലാർക്കും മദ്രസയിലേക്ക് പോകാനോ പിള്ളേർക്ക് പുറത്ത് ഇറങ്ങിയിട്ട് നടക്കാനോ അങ്ങനത്തെ യാതൊരു ഇതുമില്ല. എന്താണെന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് ഈ മാട് പൊളിച്ചിട്ട് ഇത് എൻ്റെ വീടാണ്. ഈ മാട് പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ പൈസ എല്ലാം പാസ്സാക്കിയിട്ട് ഞാൻ നെറ്റ പണിയാണ്. അതിന് തന്നെ എത്രയോ ഓട് ഇപ്പോൾ മാറ്റിയിട്ടായി വീണ്ടും. ആകെ 1 മാസമായിട്ടില്ല. ആ 1 മാസത്തിൻ്റെ ഇടയിൽ ഇത് സംഭവിച്ചിട്ടായി. എന്തായാലും മാട്ടിലേക്ക് ജമ്പാക്കുന്നത്, വീടിന് ജമ്പാക്കിയിട്ട് മാട്ടിൻ്റെ മുകളിലേക്ക് തുള്ളുന്നത്. അപ്പോൾ ഓട് പൊട്ടിയിട്ടാകുമ്പോഴേക്ക് അതിനെ ശരിയാക്കാൻ പിന്നെ അതിലാളെ വിളിപ്പിക്കണം. ഇതന്നെ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇപ്പോൾ ആളെ വിളിപ്പിച്ചിട്ട് പണിയെടുത്തോളുണ്ട്. ഓരോ വീട്ടിലും അപ്പുറം ബാല് ബന്ധാക്കിയിട്ട് പേരൻ്റെ ഉള്ളിൽ കുത്തിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ മാവിനൊക്കെ എത്തിയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം അതിൻ്റെ ബന്ധപ്പെട്ടവർ അത് ചെയ്തില്ലെങ്കിലേ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. മദ്രസകളിലേക്കും വീടുകളിലേക്കും പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി തവണ കുരങ്ങന്മാരുടെ അക്രമത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളതും. ഇത് തുടർന്നാൽ വിദ്യാഭ്യാസം പോലും വഴിമുട്ടുമോ എന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. നമ്മ മദ്രസക്ക് പോകുമ്പോൾ കുരങ്ങ് എതിരിലെ പായുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഉമ്മമാരുടെ ചെന്ന് പിന്നെ മദ്രസയിലേക്ക് വീണ് കൊണ്ടാക്കാൻ അങ്ങനത്തെ അവസ്ഥയിലുള്ളത്. അധികാരികൾ കണ്ണു തുറക്കാത്ത പക്ഷം കുരങ്ങുശല്യം രൂക്ഷമായ പ്രതിസന്ധിയായി മാറുമെന്നും ജനജീവിതം പോലും വഴിമുട്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഉടൻ നടപടി കൈക്കൊള്ളണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുമായി കാസർഗോഡ് ഗവൺമെന്റ് മുസ്ലിം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ 75 മീറ്റ്സ് വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഫാദർ ഡേവിസ് ചിറമ്മേൽ ഉദ്ഘാടനം നിർവഹിക്കും. നിരവധി പരിപാടികളാണ് സുവർണ ജൂബിലിയുടെ ഭാഗമായി ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കാസർഗോഡ് RK മാളിലാണ് സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നടക്കുക. DYSP CK സുനിൽകുമാർ, ഡോക്ടർ മുഹമ്മദ് ഉണ്ണി, യഹിയ തളങ്കര, TA ഷാഫി തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളിലായി കാസർഗോഡിൻ്റെ സാമൂഹ്യ വിദ്യാഭ്യാസ സാംസ്കാരിക ആരോഗ്യ മേഖലകളിൽ ജനോപകാരപ്രദമായ നിരവധി പദ്ധതികളുമായി സജീവമായി പ്രവർത്തിച്ചു വരുന്ന കൂട്ടായ്മയാണ് 75 മേറ്റ്സ് കൂട്ടായ്മ. സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ്, ഗ്രീൻ കാസർഗോഡ് പദ്ധതി, വിദ്യാർത്ഥികൾക്ക് സഹായ വിതരണം, പാലിയേറ്റീവ് സൗഹൃദ കൂട്ടായ്മകൾ, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങളാണ് 75 മേറ്റ്സ് കൂട്ടായ്മ നടത്തിയത്. തുടർന്നും ഇത്തരം നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഒരുക്കങ്ങളിലാണെന്നും 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഏപ്രിൽ 25 വെള്ളിയാഴ്ച 4 മണിക്ക് പുതിയ ബസ് സ്റ്റാൻഡിലുള്ള RK മാളിലുള്ള ഓഡിറ്റോറിയത്തിലാണ്
ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. ഓൾ ഇന്ത്യ കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ, ഫൗണ്ടർ ആൻഡ് ചെയർമാനുമായ റവറൻഡ് ഫാദർ ഡേവിസ് ചിറമേൽ അവർകളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ചടങ്ങിൽ 75 മൈൽസിൻ്റെ ചെയർമാൻ ഷാവുൽ ഹമീദ് അധ്യക്ഷത വഹിക്കും. എം.എ. ലത്തീഫ്, എം.എ. അഹമ്മദ്, പി.എം. കബീർ, പി.എ. മജീദ്, എ.പി. മുഹമ്മദ് കുഞ്ഞി, പി.എ. മുഹമ്മദ് കുഞ്ഞി, സി.എം. മുസ്തഫ, കെ.കെ. സുലൈമാൻ, ബി.യു. അബ്ദുല്ല, എച്ച്. ഷുക്കൂർ, മൊയ്തീൻ അങ്കോല, ടി.എ. മജീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മഞ്ചേശ്വരത്ത് വെള്ളിയാഴ്ച വൻ പ്രതിഷേധ റാലി നടത്തും. വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കുഞ്ചത്തൂർ മുതൽ ഹൊസങ്കടി വരെയാണ് റാലി നടത്തുക. മതനേതാക്കളും ഉലമാ നേതാക്കളും മതേതരവാദികളും ഉൾപ്പെടെ നിരവധി പേർ പ്രതിഷേധ റാലിയുടെ ഭാഗമാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് പ്രതിഷേധ റാലി നടക്കുക. കുഞ്ചത്തൂർ മുതൽ ഹൊസങ്കടി വരെ നടക്കുന്ന റാലിയിൽ മത നേതാക്കളും ഉലമാ നേതാക്കളും മതേതരവാദികളും പങ്കെടുക്കുമെന്ന് വഖഫ് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ എസ്.എം. ബഷീർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം സമുദായത്തിലെ വിവിധ സംഘടനാ നേതാക്കൾ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി ആയിരക്കണക്കിന് പേർ വഖഫ് സംരക്ഷണ സമിതിയുടെ പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നും എസ്.എം. ബഷീർ കൂട്ടിച്ചേർത്തു. ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന വഖഫ് അമെൻമെൻറ്റ് ആക്ട് 25 ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മഞ്ചേശ്വരം വഖഫ് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 25 വെള്ളിയാഴ്ച 3 മണിക്ക് കുഞ്ചത്തൂർ നിന്ന് ആരംഭിച്ച് ഹൊസങ്കടിയിൽ സമാപിക്കുന്ന ഐതിഹാസികമായ പ്രതിഷേധ സമരാഗ്നിയുടെ സമരജ്വാലയുടെ പ്രതിഷേധ റാലിയുടെ വഖഫ് സംരക്ഷണ റാലിയുടെ ക്ഷണമാണ് സമൂഹത്തിന് വഖഫ് സംരക്ഷണ സമിതിയുടെ ഭാരവാഹികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധവും രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥ തകർക്കുന്നതും ഫെഡറൽ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതുമായ ഭരണഘടനാ വിരുദ്ധമായ ഈ നിയമത്തിനെതിരെ ശക്തമായ പോരാട്ടം തീർക്കേണ്ടത് രാജ്യത്തിൻ്റെ മതേതര വിശ്വാസികളുടെ ബാധ്യതയും കടമയും കടപ്പാടുമാണ്. മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികളും ഈ സമരാഗ്നിയിൽ പങ്കെടുത്തുകൊണ്ട് വഖഫ് സംരക്ഷണ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ മഹത്താകുന്ന പരിപാടി വിജയിപ്പിക്കുവാനും രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ സംരക്ഷണത്തിന് തയ്യാറാവുകയും ചെയ്യണമെന്ന് വഖഫ് സംരക്ഷണ സമിതി അഭ്യർത്ഥിക്കുന്നത്. SYS ജില്ലാ എക്സിക്യൂട്ടീവ് സിദ്ദിഖ് കോളിയൂർ, SKSSF സെക്രട്ടറി റൌഫ് ഫൈസി, കമ്മിറ്റി ഉപദേഷ്ടാവ് സയ്യിദ് മൊയ്തീൻ തങ്ങൾ, ഹസൈനാർ, അഷ്റഫ് ബഡാജെ, ജബ്ബാർ ബഹ്റൈൻ, അഷ്റഫ് കുഞ്ചത്തൂർ, ജാസിം കടമ്പാർ, ഹനീഫ് കുച്ചിക്കാട്, സക്കരിയ ഷാലിമാർ, സക്കരിയ മഞ്ചേശ്വരം, അലിക്കുട്ടി, ഷെരീഫ് പാവൂർ, മുസ്തഫ ഉദ്യാവർ, മുസ്തഫ കുഞ്ചത്തൂർ, ഹനീഫ് പടിഞ്ഞാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അബ്ദുൽ റഹിമാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ പ്രതിഷേധ ധർണ നടത്തി. തൃക്കരിപ്പൂർ BSNL ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ നടന്ന ധർണ മദ്രസ മാനേജ്മെന്റ് സെക്രട്ടറി T. മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പുതുതായി കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് തൃക്കരിപ്പൂർ റേഞ്ച് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ BSNL ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ ധർണ നടത്തിയത്. തൃക്കരിപ്പൂർ റേഞ്ച് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി T. മുഹമ്മദ് അലി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. പല നിയമങ്ങളും പുതുതായി നിർമ്മിച്ചുകൊണ്ട് വഖഫ് സ്വത്തുകൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെയും ന്യൂനപക്ഷ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുക എന്ന ഉദ്ദേശത്തോടും കൂടി കൊണ്ടുവന്ന ഈ നിയമത്തിനെതിരെ നിയമപരമായി അതിൻ്റെ എല്ലാ വഴികളിലൂടെയും നിയമപരമായി നേരിട്ടുകൊണ്ട് കൃത്യമായിട്ട് തന്നെ ജാതി മത ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളെയും ഈ ഒരു പ്രതിഷേധത്തിൽ ഒന്നിപ്പിച്ച് കൃത്യമായി ഭരണകൂടത്തിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും നിയമത്തിൻ്റെ വഴിയിൽ ഈ കിരാത നിയമങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്യുമെന്ന് നാം അറിയിക്കുകയാണ്. റേഞ്ച് പ്രസിഡന്റ് KMK എടച്ചാക്കെ അധ്യക്ഷത വഹിച്ചു. റേഞ്ച് ട്രഷറർ TK സത്താർ ഹാജി, റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ ട്രഷറർ അലിയസാഹ് ബൈത്താൻ, UP ഷെരീഫ്, ഷാഹുൽ ഹമീദ് ചെമ്പ്രക്കാനം എന്നിവർ സംസാരിച്ചു. തുടർന്ന് ടെലിഫോൺ എക്സ്ചേഞ്ച് അധികൃതർക്ക് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി ഭാരവാഹികൾ നിവേദനം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.
തൃക്കരിപ്പൂർ എടാട്ടുമ്മൽ തോട്ടുമുണ്ടേക്കാവിൽ 4 ദിവസം നീളുന്ന കളിയാട്ട മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം 3-ന് നടക്കാവ് കൊവ്വൽ മുണ്ടിയിൽ നിന്നും കലവറ ഘോഷയാത്ര നടക്കും. രാത്രി 8-ന് മെഗാ മ്യൂസിക്കൽ നൈറ്റ്. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30-ന് കളിയാട്ടം തിടങ്ങൽ. 6 മണിക്ക് ക്ഷേത്രം വനിതാവേദി അവതരിപ്പിക്കുന്ന നൃത്തവിസ്മയം. 7 മണിക്ക് പരദേവത മൂവരുടെയും തോറ്റം. രാത്രി 8:30-ന് പൂമാരുതൻ ദൈവത്തിന്റെ വെള്ളാട്ടം. 9:30-ന് വീരന്മാരുടെ വെള്ളാട്ടം. തുടർന്ന് തൂവക്കാളി. ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പൂമാരുതൻ ദൈവത്തിന്റെ പുറപ്പാട്. തുടർന്ന് വിഷ്ണുമൂർത്തി, അങ്കക്കുളങ്ങര ഭഗവതി, രക്തചാമുണ്ടി, കുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തും. വൈകുന്നേരം 4 മണിക്ക് കൂത്ത്, ചങ്ങനും പൊട്ടനും. തുടർന്ന് പരദേവത മൂവരുടെയും ഉച്ചത്തോറ്റം. പൂമാരുതൻ ദൈവത്തിന്റെ വെള്ളാട്ടം, പരദേവത മൂവരുടെയും അന്തിത്തോറ്റം. രാത്രി 8-ന് കൊയോങ്കര കുഞ്ഞാലൻ കീഴിൽ നിന്ന് കാഴ്ച. 10 മണിക്ക് വീരന്മാരുടെ വെള്ളാട്ടം. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പൂമാരുതൻ ദൈവത്തിന്റെ പുറപ്പാട്. തുടർന്ന് രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങളും അരങ്ങിൽ നടനമാടും. ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനവും നടക്കും. 24-ന് കലവറ നടക്കും. കലവറ നടക്കൽ സംഘടിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാര്യം നമുക്കറിയാം. ലാസ്റ്റ് ഡേ 27-ന് ഒരു വലിയ തരത്തിലുള്ള ഒരു അന്നദാന പരിപാടി കൂടി എൻ്റെ കൂടി കളിയാട്ടം തീരുന്ന ദിവസം. അതുകൊണ്ടാണ് കലവറ നടക്കുന്നത് കുറച്ചുകൂടി വിശാലമായിട്ട് സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സമുദായി KV മുകുന്ദൻ, ചെയർമാൻ C പ്രഭാകരൻ, ജനറൽ കൺവീനർ KV സതീശൻ, പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ KV കൃഷ്ണൻ മാസ്റ്റർ, സാമ്പത്തിക കമ്മിറ്റി കൺവീനർ A രജീഷ്, പ്രചാരണ കമ്മിറ്റി കൺവീനർ K ഷിനോജ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരളത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും ഉടൻ BMBC നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കിളിയടം വരഞ്ഞൂർ ബാനം കമ്മാടം റോഡിന്റെയും കിളിയടം ചാലിനു കുറുകെയുള്ള പാലത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ കിനാനൂർ, കരിന്തളം ഗ്രാമപഞ്ചായത്ത്, കോടമ്പേളൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന കിളിയളം വരഞ്ഞൂർ ബാനം കമ്മാടം റോഡിന്റെയും കിളിയളം ചാലിന് കുറുകെയുള്ള പാലത്തിന്റെയും ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിനും ഈ പ്രദേശത്തിനുമുള്ള ജനങ്ങൾക്കുള്ള സമ്മാനമാണ് ഈ പദ്ധതിയെന്ന് നവീകരിച്ച റോഡും പാലവും ജനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകളും ഉടൻ BMBC നിലവാരത്തിലേക്ക് ഉയരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. BMNBC റോഡുകളുടെ എണ്ണം മെല്ലെ കേരളത്തിൽ വർദ്ധിപ്പിക്കാനിടയിൽ 5 വർഷം കൊണ്ട് 15,000 കിലോമീറ്റർ റോഡുകൾ BMNBC ആക്കുക എന്നുള്ള കാഴ്ചപ്പാട് 3.5 വർഷം കൊണ്ട് തന്നെ പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ഈ വേള ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ 60% BMNBC റോഡുകളായി മാറി. അധികം വൈകാതെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകൾ 100% BMNBC റോഡുകളായി ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം 100% റോഡുകൾ BMNBC ആക്കുന്ന സംസ്ഥാനമായി കേരളം മാറും. ഇത് നമ്മുടെ റോഡുകൾ മികച്ച നിലവാരത്തിലേക്ക് മാറുന്നതിന് കാരണമാണ്. ഈ ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിശിഷ്ടാതിഥിയായിരുന്നു. ജനപ്രതിനിധികൾ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. വരഞ്ഞൂർ കിളിയളം റോഡിന്റെ നവീകരണവും കിളിയളം പാലത്തിന്റെ പുനർനിർമ്മാണവും പൂർത്തിയായതോടെ ജനങ്ങളുടെ ദീർഘകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമായത്. 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് 10 മീറ്റർ വീതിയിലാക്കി നവീകരിച്ചു. ആവശ്യമായ ഓവുചാലുകൾ, കൾവെട്ടുകൾ ഉൾപ്പെടെ ഉന്നത നിലവാരത്തിലുള്ള സബ്ബേസ്, ടാറിംഗ് ലെയറുകൾ എന്നിവയോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പടന്ന കാലിക്കടവ് നുസ്രത്തുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റി ഖബർസ്ഥാൻ ചുറ്റുമതിൽ തകർന്നത് നിരപ്പാക്കാനെത്തിച്ച സ്വകാര്യ വ്യക്തിയുടെ മണ്ണുമാന്തി യന്ത്രം തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഭൂമിയെന്ന് കാട്ടി കേസെടുത്ത് 44,85,000 രൂപ പിഴ ചുമത്തി പോലീസ് പിടിച്ചെടുത്ത സംഭവത്തിൽ ഉടമയെ സഹായിക്കാൻ നാടൊന്നാകെ കൈകോർത്തു. നുസ്രത്തുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെയും ജനപ്രതിനിധികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ നൽകി വായ്പാ തുക തിരിച്ചടക്കാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
പടന്ന കാലിക്കടവ് നുസ്രത്തുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റി ഖബർസ്ഥാൻ ചുറ്റുമതിൽ തകർന്നത് നിരപ്പാക്കുവാൻ എത്തിച്ച സ്വകാര്യ വ്യക്തിയുടെ മണ്ണുമാന്തി യന്ത്രം തണ്ണീർത്തട സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഭൂമിയെന്ന് കാട്ടി കേസെടുത്ത് 44,85,000 രൂപ പിഴ ചുമത്തി പോലീസ് പിടിച്ചെടുത്ത സംഭവത്തിൽ ഉടമയെ സഹായിക്കുവാൻ നാടൊന്നാകെ കൈകോർത്തു. നുസ്രത്തുദ്ദീൻ ജമാഅത്ത് കമ്മിറ്റിയുടെയും ജനപ്രതിനിധികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ നൽകി വായ്പാ തുക തിരിച്ചടക്കുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉപജീവനാർത്ഥം കടം വാങ്ങിയ മണ്ണുമാന്തി യന്ത്രം 57,000 രൂപ തോതിൽ വായ്പ തിരിച്ചടക്കേണ്ടതിനാൽ മണ്ണുമാന്തി യന്ത്ര ഉടമ തമിഴ്നാട് ഈറോഡ് സ്വദേശിയൻ തങ്കരാജ് വഴിമുട്ടി നിൽക്കുമ്പോഴാണ് മനുഷ്യസ്നേഹികൾ ഒരുമിച്ച് ചേർന്ന് സഹായഹസ്തം നീട്ടിയത്. വിഷയത്തിന്റെ ഗൗരവവും മാനുഷിക പരിഗണനയും കണക്കിലെടുത്ത് മധ്യസ്ഥർ ഇടപെടുകയും പരസ്പര ധാരണയിലെത്തുകയുമായിരുന്നു. ഇത് സംബന്ധിച്ച് നേരത്തെ തങ്കരാജ് ഹൈക്കോടതി നൽകിയ കേസ് തള്ളിയിരുന്നു. നിലവിൽ പള്ളി കമ്മിറ്റി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസ് ത്വരിതപ്പെടുത്തുവാൻ തീരുമാനമായിട്ടുണ്ട്. മണ്ണുമാന്തി യന്ത്രത്തിന്റെ 33 തവണയുള്ള തിരിച്ചടവ് മാസം തോറും പള്ളിമഹൽ നിവാസികൾ അടച്ചു തീർക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ കുടിശ്ശികയായിട്ടുള്ള 3 ഗഡു 1,72,000 രൂപ കഴിഞ്ഞ ദിവസം അടയ്ക്കുകയും ചെയ്തു. മഹലിലെ ഉദാരമതികളായിട്ടുള്ള യുവാക്കളെ അടക്കമുള്ള ആളുകളെല്ലാം ഇത് ബോധ്യപ്പെടുത്തി ഇവിടുന്ന് അങ്ങോട്ട് 33 ലോണ് അഥവാ ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ ഈ പള്ളി കമ്മിറ്റിയുടെ കീഴിലുള്ള ഉദാരമതികളായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകൾ മാസത്തിൽ തവണകളായിട്ട് അത് സ്വരൂപിച്ചുകൊണ്ട് തങ്കരാജിനെ സഹായിക്കാനുള്ള ഒരു ഏറ്റവും നല്ല മനുഷ്യത്വപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഒന്നാമതായിട്ട് കൈക്കൊണ്ടിട്ടുള്ളത്. ഈ 33 ലോൺ അടക്കുന്നതിനിടയിൽ വണ്ടി റിലീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ആ റിലീസ് ചെയ്യുന്ന സാഹചര്യത്തിൽ വണ്ടി വർക്കിംഗ് കണ്ടീഷനാക്കിയിട്ട് തങ്കരാജിനെ ഏൽപ്പിക്കാനും അവിടുന്ന് അങ്ങോട്ട് പിന്നീട് തങ്കരാജ് അതിന് ലോൺ സംഖ്യയൊക്കെ അടച്ചു നിൽക്കാനാണ് ഇപ്പോൾ ധാരണയായിട്ടുള്ളത്. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, പള്ളി കമ്മിറ്റി ഭാരവാഹികളായ TP മുത്തലിബ്, PP അഹമ്മദ്, UK മുഷ്താഖ്, VK ഖാലിദ്, സാമൂഹ്യ പ്രവർത്തകരായ മുകേഷ് ബാലകൃഷ്ണൻ, പ്രകാശൻ മുണ്ടക്കണ്ടം, മണ്ണുമാന്തി യന്ത്ര ഉടമ N തങ്കരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കള്ളാർ മഖാം ഉറൂസിന് ഏപ്രിൽ 24-ന് തുടക്കമാവും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്ര പ്രസിദ്ധമായ കള്ളാർ മഖാം ഉറൂസ് ഏപ്രിൽ 24 മുതൽ 27 വരെ തീയതികളിലായാണ് നടക്കുന്നത്. 24-ന് രാത്രി 8 മണിക്ക് ഇഷൽ നൈറ്റ് അരങ്ങേറും. കേരള ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ ഡോക്ടർ കോയ കാപ്പാട് നേതൃത്വം നൽകും. മലയോര മേഖലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ കള്ളാർ മഖാം ഉറൂസ് ഈ വരുന്ന ഏപ്രിൽ 24, 25, 26, 27 തീയതികളിൽ അതിവിപുലമായി നടത്താൻ വേണ്ടി ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പതാകത്തിൽ കർമ്മം കഴിഞ്ഞ വെള്ളിയാഴ്ച ഉറൂസ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽസലാം ബി വണ്ണാത്തിക്കാൻ നിർവഹിച്ചു. അനുബന്ധ പരിപാടി, മതപ്രഭാഷണവും മറ്റുള്ള പരിപാടികളൊക്കെ മറ്റന്നാൾ 24 വ്യാഴം രാത്രി ഔപചാരിക ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ജമാഅത്ത് പ്രസിഡന്റ് സുബൈർ PKയുടെ അധ്യക്ഷതയിൽ ജമാഅത്ത് ഖത്തീബ് അബ്ദുൽ സമദ് അഷ്റഫി പരിപാടി ഉദ്ഘാടനം നടത്തി. 25-ന് രാത്രി 8 മണിക്ക് അബ്ദുൽ സമദ് അഷ്റഫി പുഞ്ചക്കര മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് വിവിധ ടീമുകൾ പങ്കെടുക്കുന്ന ദഫ് കളി മത്സരം നടക്കും. 26-ന് രാവിലെ 10 മണിക്ക് വനിതാ ക്ലാസ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് നസീറ നജീബ് നേതൃത്വം നൽകും. രാത്രി 9 മണിക്ക് സിംസാറുൽ ഹഖ് ഹുദവി അബുദാബി മുഖ്യപ്രഭാഷണം നടത്തും. 27-ന് രാവിലെ 11 മണിക്ക് മൗലൂദ് നേർച്ച അന്നദാനത്തോടുകൂടി ഉറൂസിന് സമാപനമാവും. കള്ളാർ ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ സമദ് അഷ്റഫി പുഞ്ചക്കര, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ സലാം വണ്ണാത്തിക്കാനം, ഉറൂസ് കമ്മിറ്റി ട്രഷറർ അബ്ദുൾ മജീദ് M, ബിസ്മില്ല അബ്ദുള്ള, ഹാരിസ് ഒക്ലാവ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കള്ളാർ. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ 4ാം ഘട്ട വായനാ വെളിച്ചം പരിപാടി സംഘടിപ്പിച്ചു. റിട്ടയർഡ് അധ്യാപിക വിജയ G നായരുടെ വീട്ടുമുറ്റത്ത് ടീച്ചറുമായി മുഖാമുഖം പരിപാടി നടത്തി വിദ്യാർത്ഥികൾ. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ 4ാം ഘട്ട വായനാ വെളിച്ചം പരിപാടി സംഘടിപ്പിച്ചു. റിട്ടയർഡ് അധ്യാപിക വിജയ G നായരുടെ വീട്ടുമുറ്റത്ത് ടീച്ചറുമായി ബാലവേദി കുട്ടികൾ കൂട്ടുകൂടാൻ പുസ്തകങ്ങൾ എന്ന സന്ദേശം ഉയർത്തി മുഖാമുഖം പരിപാടി നടത്തി. നല്ല പൂക്കളുണ്ട്. കുളത്തിലത്തെ വെള്ളം, ഈ ചോർന്നു പോകുന്ന വെള്ളം
ആ ചെടികളുടെ ചോട്ടിലോട്ടാണ് ചോരുന്നത് അല്ലേ. അങ്ങനെ ആ കുടം ഉണ്ടായിരുന്ന ആ കുടം നിൽക്കുന്ന ആ സൈഡിലെല്ലാം നല്ല നല്ല പൂക്കളുണ്ടായിരുന്നു അല്ലേ. ഇവിടെ നിന്ന് കൃത്യൻ പറഞ്ഞു, നിന്റെ വശത്ത് മാത്രമേ പൂക്കൾ വിരിഞ്ഞിട്ടുള്ളൂ. നല്ല കുടത്തിൻ്റെ വശത്ത് പൂക്കൾ വിരിഞ്ഞുവോ? ഇല്ല. എം ദേവപ്രിയ അധ്യക്ഷത വഹിച്ചു. മുൻ ലൈബ്രറി സംസ്ഥാന കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, പി യു കുഞ്ഞമ്പു നായർ കുട്ടികളുമായി വായനയെക്കുറിച്ച് സംസാരിച്ചു. ബാലവേദി കൺവീനറായ വി ഗോപി മാസ്റ്റർ, ഉഷ വി പരിപാടികൾക്ക് നേതൃത്വം നൽകി. സി ശശിധരൻ, പുഷ്പ കെ വി, ഉണ്ണിമായ യു കെ, പുഷ്പ ലക്ഷ്മി കെ എന്നിവർ സംസാരിച്ചു. എ കെ ആൽബർട്ട് സ്വാഗതവും ലൈബ്രറിയൻ കെ സുനിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ആനിബാഗലുവിൽ പശ്ചിമ ബംഗാൾ സ്വദേശി സുശാന്ത റോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം, ഒരാൾ അറസ്റ്റിൽ. ഭാസ്കര കുമ്പള രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കുമ്പളയിൽ അനുസ്മരണ പൊതുയോഗവും വൈറ്റ് വളണ്ടിയർ മാർച്ചും സംഘടിപ്പിച്ചു. പെർളയ്ക്ക് സമീപം മർത്തിയ ജുമാ മസ്ജിദിന്റെ ഭണ്ഡാരപ്പെട്ടി കുത്തി തുറന്ന് പണം കവർന്നു. 10,000 രൂപയാണ് കവർച്ച ചെയ്തത്. ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കേരള NGO യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. KT കുഞ്ഞിക്കണ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. മദ്രസ മാനേജ്മെന്റ് തളങ്കര റേഞ്ച് നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് ധർണ നടത്തി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കുരങ്ങന്മാരുടെ ശല്യം കാരണം പുറത്തിറങ്ങാൻ പോലും ഭയന്ന് ഒരു നാട്. കുമ്പള മാവനക്കട്ടയിൽ വീടുകൾ തകർത്തും വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ശ്രമിച്ചും കുരങ്ങന്മാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.